മുസ്തഫ എന്തെങ്കിലും സംസാരിക്കാണ്ട് പറഞ്ഞോട്ടെ. ഇത് ചോദിക്കാനോ ഞാന് പറയാനോ മുസ്തഫ എന്നുള്ളൊരു ഫേക്ക് നെയിമാണ്. ഞാൻ മുസ്ലിം തന്നെയാണ്, പക്ഷെ ആ ഫേക്ക് നെയിമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ ഈ UDHR അല്ലെങ്കിൽ ജനീവ കൺവെൻഷനിലൊക്കെ അങ്ങനെ ഉണ്ട് തന്നെ കൂട്ടുക, ഉണ്ടോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഉണ്ട് തന്നെ കൂട്ടുക. ഈ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെയാണ് പിടിക്കണ വെച്ചാല് ഈ സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അതിലുണ്ടോ? അത് ഇസ്ലാമിലേ ഉള്ളൂ? അല്ല, ഉണ്ട്. അതില് എവിടെ? അവർക്കിപ്പോ ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിട്ട് ഒരു സ്ത്രീക്ക് ബന്ധപ്പെടണമെന്ന് വിചാരിക്കാം. അതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശുക്കൂർക്ക? ആ സ്ത്രീക്ക് അങ്ങനെ ബന്ധപ്പെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതായത് ഒരു സ്ത്രീക്ക് പ്രൈവറ്റ് എംപ്ലോയിയുടെ കീഴിലേക്ക് ഒരു സ്ത്രീ വന്നെന്ന് വിചാരിക്കുക. ആ സ്ത്രീയുമായിട്ട് സെക്ഷൽ റിലേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൈവറ്റ് എംപ്ലോയർ ചെല്ലുകയാണ്. അപ്പൊ ആ സ്ത്രീക്ക് സമ്മതമാണ് എങ്കിൽ അവരുമായിട്ട് സെക്ഷൽ റിലേഷൻ ആവാം. അത് ഇന്നത്തെ ആധുനിക നിയമത്തിനും നാസ്തികയുടെ നിയമത്തിനും അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാവാം, പലതും ആകാം. ഇസ്ലാമിൽ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് അതിപ്പോ സ്ത്രീ റെസ്ട്രിക്ഷൻസ് തന്നെ ആവണമെന്നുണ്ടോ ശുക്കൂർക്ക? സ്ത്രീയും ആയിക്കാം, അതിന്റെ അല്ലെ ആവശ്യം അതും ആവശ്യമില്ല. പുരുഷനാവാം, അല്ലെ? ആവാം, അതെ അതെ. അതുപോലെ ഇപ്പൊ ഈ യുദ്ധ കുറ്റവാളികളാണ് ഈ പറഞ്ഞ ഈ സ്ലേവറി പറയണത്, അടിമകൾ എന്ന് പറയണത്, നമ്മള് പറഞ്ഞില്ല. അല്ലെ? അല്ല, ഇസ്ലാമിലെ യുദ്ധ കുറ്റവാളികളാണല്ലോ ഇപ്പൊ സ്ലേവറി പറയണത്. ആ, നിങ്ങള് ആ, പറയുന്നു. അപ്പൊ അല്ല, നിങ്ങള് പറയണത് ഇസ്ലാമില് പറയണത് നമ്മള് പറഞ്ഞില്ല. അല്ല, വേറെ ലെവൽക്കാണ് അടിമകളെ പിടിക്കല് ഇസ്ലാമില്. ഇന്ന് നമ്മള് പറഞ്ഞല്ലോ, നമ്മള് ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞ ആധുനികതയിലുള്ള ഡെഫിനിഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ യുദ്ധ കുറ്റവാളികൾ പിടിച്ചു വെക്കുന്ന ആളുകൾ എന്താവണം? അടിമകളാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇസ്ലാമില് അടിമത്തുണ്ട്, അങ്ങനെ സംസാരിച്ചു പോവാം. അതല്ല, ഇവര് അടിമകളല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ സംസാരിച്ചു പോവാം. ഏതെങ്കിലും സ്റ്റാൻഡ് നമുക്ക് എടുക്കണം. അല്ല, ഞാൻ ജനീവ കൺവെൻഷനും UDHR ഒന്നും എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ അറിയുന്ന ഭാഷയിലാണ് ഞങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഓക്കെ, ബദർ യുദ്ധത്തിലാണെങ്കിലും മറ്റുള്ള യുദ്ധത്തിലാണെങ്കിലും ഒരുപാട് അടിമകളെ കിട്ടിയിരുന്നു. ബദർ യുദ്ധത്തിൽ 60, 64 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫോണ് വയ്ക്ക് 2-3 ആൾക്കാരെ കൊന്ന ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തോ ഏതോ ഈ ഉഹദ് യുദ്ധത്തില് പരാജയമാണ് സംഭവിച്ചത്, അല്ലെ? ഈക്വൽ ആണ് അത് ശരിക്കും. അല്ല, ഈക്വൽ പരാജയം അല്ല, പറഞ്ഞത് പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ പരാജയം സംഭവിച്ച സമയത്ത് ഈ ഖുറൈശികള് അല്ലെങ്കിൽ മക്കാര് അവിടുന്ന് ഈ പറഞ്ഞ അടിമകളെയോ അല്ലെങ്കിൽ ഗനീമത്ത് മുതലോ കൊണ്ടതായിട്ട് ഏതെങ്കിലും ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ഷമീർ ഭായ്, കൊള്ളാൻ ഒരു മിനിറ്റ്. കഴിഞ്ഞില്ല. ഷമീർ ഭായ്, അങ്ങനെ അതിനോണ്ട് എന്താ പ്രശ്നം? നിങ്ങളാ കത്തിന്റെ വിഷയം ഉണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം മുസ്തഫാനോട് ചോദിക്കാനുണ്ട്. മുസ്തഫ, ചോദിക്കോ? നമ്മളെ ഈ മക്ക മുശ്രിക്കുകൾ എന്ന് പറയുന്നത് അവര് ആ, നിരീശ്വരവാദികളായിരുന്നു. അവരത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞേരി. മക്ക അവരും വിശ്വാസികളാണ്. മുശ്രിക്കുകളാരും നിരീശ്വരവാദി അല്ലല്ലോ. അവരെ ദൈവങ്ങളെ ആരാധിച്ച് പോന്നപ്പോ നബിയോട് ചെന്നിട്ട് അവരെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞപ്പോ അവർ തിരിച്ചും പറഞ്ഞു. അപ്പൊ അതിന്റെ ആയത്തുകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അതല്ല. കിട്ടലില്ലാതെ വന്ന ആ മുസ്തഫ കേട്ടോ. ആ അതായത് ഞാൻ ആ ചോദിക്കുന്നത് പറഞ്ഞു. ഇതാണ്. ഇവിടെ മക്ക മുശ്രിക്കുകള് ഇങ്ങനെ പിന്നെ ഈ വാർ സ്പോയിൽസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ പൊളിക്കുന്ന ഹദീസ് ഷമീർ ഭായ് ഇപ്പൊ കൊണ്ടുവരും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പൊളിച്ചോ? ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്ക മുശ്രിക്കുകള് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പിന്നെ അതായത് അവരേതായാലും ഞാൻ നിരീശ്വരവാദികളും ഞാൻ പറയട്ടെ, ആ അവരേതായാലും ആ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ആധുനിക മനുഷ്യരോ ഒന്നും അല്ല. അവര് പറഞ്ഞാൽ ആ കാലത്ത് ഉണ്ടായിരുന്ന എന്താ പറയാ, ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളായിരുന്നു. ഒരുപാട് വിഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്ന ആ ആളുകളിൽ നിന്ന് ഇങ്ങനെ ഒരു അടിമത്തം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങൾ അത്തരത്തിൽ ഈ വിഷയത്തെ പ്രസന്റ് ചെയ്യുന്നത്? അതിന്റെ ഒരു യുക്തി എന്താണെന്ന് അറിയാനാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹിജ്റക്ക് ശേഷം മദീനയിൽ എത്തിയ നബിക്ക് പിന്നെ ഒരു ജോലി എടുത്തതായിട്ട് ഒരു രേഖയിലും ഇല്ല. ഇസ്ലാമിക പ്രാമാണികമായിട്ട് ഒരു രേഖയിലും ഇല്ല. പിന്നെ ചെലവിന്റെ വലിയ ഈ വാരിയും ഇവരൊക്കെ കൊണ്ടിറക്കാനുള്ള ചെലവ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകളും
ഈ ഗനീമത്തായിട്ട് കിട്ടുന്ന മുതലുകളും വെച്ചിട്ടാണ് നബി മരണം വരെ ജീവിച്ചത്. അപ്പൊ മുസ്തഫ ആ സമയത്ത് ഒരു മിനിറ്റ് അതായത് ഒരു മിനിറ്റ് തെളിവുണ്ടോ എന്തെങ്കിലും ജോലി മുസ്തഫ ചെയ്തു ഇവിടെ എന്നുള്ളതിന്? നോക്കൂ. നിങ്ങൾ ഈ ആ സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാവരുത്. സംഘികൾക്ക് വേണ്ടിട്ടല്ലോ, ഞാനൊരു മുസ്ലിം ആയിരുന്നല്ലോ, മുസ്തഫ എനിക്കതാ ഒരു ചോദ്യം, മിനിറ്റ്, എനിക്ക് ചോദ്യം എനിക്ക് ചോദിച്ചൂടെ? നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബി 40 വയസ്സിൽ 25 വയസ്സ് മുതൽക്ക് ഉണ്ടായിട്ട് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ പണം സമ്പാദിച്ചിരുന്ന ഒരു ബിസിനസ് വുമന്റെ പ്രപ്പോസൽ കിട്ടിയ ഒരാളാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കച്ചവടത്തിൽ മുന്നേറിയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? 40-ാമത്തെ വയസ്സിൽ 10-13 കൊല്ലം കാലം ഇങ്ങനെ ഒരു പിന്നെ പ്രബോധനമായിട്ട് നടക്കുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് യുദ്ധം നടത്തിയിട്ട് പിന്നെ 13 കൊല്ലത്തിന് ശേഷം യുദ്ധത്തിലൂടെ ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുക. ഇതൊക്കെ എവിടുന്നാണ് മുസ്തഫ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഷാഗിന്ന് ഇതൊക്കെ ഇറങ്ങി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന്, സ്വന്തം ഇസ്ലാമിക പേരാണ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, അല്ലാതെ വേറൊരു ഗ്രന്ഥം ഞാൻ കണ്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. ഞാനിവിടെ ചോദിച്ചത് അതല്ലല്ലോ. ഞാൻ ഇവിടെ ചോദിച്ചത് മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകള്, ആ ആളുകള് അവരിവിടെ യുദ്ധം ചെയ്യുമ്പോ യുദ്ധത്തിലുള്ള വാർ സ്പോയിൽസ്, യുദ്ധമുതലുകൾ പിടിച്ചടക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എന്തുകൊണ്ട് അവരെ അംഗീകരിക്കുന്നു? നിങ്ങൾ എന്ത് പോയിന്റാണ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവരംഗീകരിക്കുന്നു പറഞ്ഞ ആ കാലഘട്ടത്തില് അത്രയും നീചനായിരുന്നു നബി എന്നാണ് എന്റെ മനസ്സിലിപ്പോ വരുന്നത്. കാരണം ഈ യുദ്ധമുതലുകളും ആളുകളെ കൊല്ലലും ബനോ കുറയുള്ള കൂട്ടക്കൊലയും ബനോ നദീറും ബനോ കൈനക്കാവും ഒക്കെ യുദ്ധങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. സംഗതി എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഷാഗിന്ന് ഇറങ്ങി പോകുന്നതാണ്. ഷമീർ ഭായ്, നിങ്ങൾ ആ ഹദീസ് ഒന്ന് ഇട്ട് കൊടുക്കോ? മോന് പൂതിയാണ് കണ്ടത്. അല്ലെ അത് പോട്ടെ, ഞാൻ പറയട്ടെ. അല്ല മുസ്തഫയ്ക്ക് മുണ്ടാതിരിക്കുക, ഇനി പറയട്ടെ. അതായത് ഈ ഖുറൈശികള് മക്കക്കാരായിട്ടുള്ള ഖുറൈശികള് മദീനത്തുള്ള ജൂതന്മാർക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. അതായത് സുനൻ അബൂ ദാവൂദിലെ 3004 ഹദീസ് നമ്പർ കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചോ. 3004 സുനൻ അബൂ ദാവൂദ്. ഇതിൽ ഇവര് പറയാണ്, ഞങ്ങൾ അവിടെ വന്നിട്ട് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതേപോലെ അവരുടെ അനുയായികളെയൊക്കെ കൊന്നുകളയുകയും അതേപോലെ തന്നെ അവരുടെ സ്ത്രീകളെയും അവരുടെ സ്വത്തുക്കളും ഞങ്ങൾ അപഹരിച്ചു പോവുകയും ചെയ്യുമെന്ന് അവര് പറഞ്ഞതായിട്ടുള്ള സുനൻ അബൂ ദാവൂദിലുള്ള ഹദീസ് നമ്പർ അടക്കം ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി അതില് തർക്കിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോദ്യത്തിൽ ആദ്യം ഉറച്ചു നിൽക്കുക, എന്നിട്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ആ ഒരു മാന്യത കാണിക്കുക. ഇങ്ങനെ സ്ഥിരം പരിപാടി ചെയ്യരുത്. ഞാൻ തന്നെ ആ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിമർശിച്ചു നോക്കൂ. കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിലേക്ക് പോകാൻ ശ്രമിക്കുക. മുസ്തഫ പറഞ്ഞു ബാക്കി. അതെ, ഞാൻ ചോദിച്ചത് എന്താ അങ്ങോട്ട്, ഒരു അടിമനെ പിടിക്കപ്പോ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ യൂഡിച്ചാറിലായാലും പറഞ്ഞ എന്താണ് വേറെന്തെന്ന് പറഞ്ഞില്ല, അതിലായാലും ഒരു സ്ത്രീകളെ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ നോക്കൂ, ഇപ്പൊ ഇവിടെ ഷമീർ വായിച്ച ഹദീസ്, അതിനെ കുറിച്ചാണ് മുസ്തഫ ഇനി സംസാരിക്കുന്നത്. മുസ്തഫ ഇതുവരെ പറഞ്ഞതോ? അതെ, ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ മുസ്തഫ പറഞ്ഞെന്താ വെച്ചാൽ യുദ്ധബന്ധികളായിട്ടും യുദ്ധത്തിലുള്ള മുതലുകളൊന്നും തന്നെ ഖുറൈശികൾ മക്ക മുശ്രിക്കുകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതല്ല എന്ന് തെളിയിക്കുന്ന ഹദീസ് ഇവിടെ മുന്നോട്ട് വന്നു. അപ്പൊ ഇനി എന്താണ് അതിന് മറുപടി പറയും? സമ്മതിച്ചോ നിങ്ങൾ മക്ക മുശ്രിക്കുകൾ ഇങ്ങനെ യുദ്ധം മുതൽ എടുക്കും എന്നുള്ളത് സമ്മതിച്ചോ? അതായത് മക്ക ഖുറൈശികൾ യുദ്ധം മുതൽ എടുത്ത ചരിത്രം ഇസ്ലാമിലില്ല. എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? ഒരു കത്ത് ഇപ്പൊ മുഫ്തി രാജാവ് ഒരു കത്ത് എഴുതിയിട്ട് തിരിച്ച് 2 അടിമളെ കിട്ടിയപ്പോ സ്വീകരിച്ച നബിയല്ലേ? അപ്പൊ കത്തിന്റെ കാര്യം കത്ത് തന്നെ ഉള്ളൂ. നിങ്ങൾ കത്ത് അംഗീകരിക്കട്ടെ. ഞാൻ 2 ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് മുഹമ്മദ് അറ്റ് മക്ക, മുഹമ്മദ് അറ്റ് മദീന. അത് മുസ്ലിങ്ങൾ എഴുതിയ ബുക്കല്ല. അതില് വ്യക്തമായിട്ട് അവരുടെ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ ഇവര് ഈ യുദ്ധത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിൽ ആൾക്കാരെ പിടിച്ചിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് അത് ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ വന്നിട്ട് പറയാ അങ്ങനെ എല്ലാവരും തെളിവില്ല. ഇത് മുസ്ലിങ്ങൾ എഴുതിയ ബുക്കല്ല,
മുസ്ലിം എഴുതിയ ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കത്ത് നമ്മൾ അല്ല, ഇസ്ലാമിലെ നമുക്ക് മാത്രമല്ല വേറെ ആളുകൾ എഴുതിയ ബുക്കൊന്നും വേണ്ട, നമുക്ക് ഇസ്ലാമിക ചരിത്രം മാത്രം മതി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിക ഈ ഇസ്ലാമിലെ ഒരൊറ്റ കാര്യം, ഒരു 10 സെക്കൻഡ്, അല്ല ഒരു 10 മുസ്തഫ ഒരു സെക്കൻഡ്. മിനിറ്റ്, ഇസ്ലാമിലെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ചരിത്രമായിട്ട് നമ്മൾ കത്ത് തന്നു. ഓക്കെ, ഒറ്റ മിനിറ്റ്. അജ്മൽ പറഞ്ഞതിനെ ആഡ് ചെയ്യട്ടെ ഞാന്. നിങ്ങളിപ്പം പുസ്തകം വേണ്ടെന്നൊക്കെ പറഞ്ഞു, പുസ്തകം വേണം. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഖുർആനില് ഇത് ബുദ്ധി വേണം കേട്ടോ. ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റൂല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിച്ചാൽ മനസ്സിലാവും. ഇസ്ലാമില് യുദ്ധബന്ദികളെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ബദർ യുദ്ധത്തില് മോചനദ്രവ്യം വാങ്ങി വിടുക, അല്ലെങ്കിൽ പരസ്പരം കൈമാറ്റം ചെയ്യുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ പരസ്പരം കൈമാറ്റം ചെയ്യണമെങ്കിൽ മുസ്തഫ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്ക്. അപ്പുറത്തുള്ള ആൾക്കാരും പിടിച്ചു വെക്കണ്ടേ യുദ്ധബന്ദികളെ? ഇനി മുസ്തഫ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ബദർ യുദ്ധത്തില് പിടിച്ചു വെച്ച കാര്യം പറഞ്ഞു. ബദർ യുദ്ധത്തില് 70, 72, 73 ആളുകളെ പിടിച്ചു വെച്ചിട്ട് പോകുന്ന വഴിക്ക് 3 ആളെ കൊല്ലുന്നുണ്ട്. അത് വിടുക. ബാക്കിയുള്ള ആളുകളെ ഉസ്മാനും ഉമറും തമ്മിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഉസ്മാനാദിന് അബൂബക്കറാണാവോ, ഒരാൾ പറഞ്ഞു വെറുതെ വിടുക, ഒരാൾ പറഞ്ഞു കൊല്ലുക. ലാസ്റ്റ് ഇതിന് പിന്നെ പൈസ വാങ്ങിയിട്ട് വിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതില് നബിന്റെ മരുമകനും ഉണ്ടായിരുന്നു, മറ്റേ എന്താ ആളെ മകൻ, പിന്നെ ഖദീജ ബീബിയിലുള്ള. അതിന്റെ ഒരു ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആ മാല കൊടുത്തപ്പോ നബി ഇരുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ ഇതേമാതിരി മോചനദ്രവ്യം വാങ്ങിയിട്ടും അല്ലാതെയും പിന്നെ വെറുതെ ആരെയും വിട്ടിട്ടില്ല. അതന്നെ പറഞ്ഞത്. പരസ്പരം കൈമാറണമെങ്കിൽ അവിടെ ആളുകൾ വേണം. അവിടെ ഒരാളേറ്റും പരസ്പരം കൈമാറിയിട്ടില്ല. അങ്ങനെ ചരിത്രത്തിലില്ല. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾക്ക് പുതിയ ചരിത്രങ്ങളൊക്കെ രചിക്കുന്നുണ്ട്. അതിൽ പറ്റേറ്റയാണോ അറിയില്ല. ഖുർആനിലെ നിയമമാണ് ഇത്, ഖുർആനിലെ നിയമമാണ്. അങ്ങനെ നിയമമാണെങ്കിൽ അപ്പുറത്തെ ആള് വേണ്ടേ? അപ്പുറത്തെ ആളുണ്ടെങ്കിൽ അല്ലേ പരസ്പരം കൈമാറാൻ പറ്റുള്ളൂ. ഒരു കൈമാറ്റം നടന്നതായിട്ട് നിങ്ങൾ പറഞ്ഞുതരുമോ? മുസ്തഫ ഒരു മിനിറ്റ്. അവിടെ ഈ ഖുർആൻ വചനം ഇറങ്ങി പരസ്പരം കൈമാറാൻ കഴിയും എന്നുള്ള ഒരു നിയമം ഇറങ്ങുകയാണ്. അപ്പൊ അത് ഇവിടെ ഖുറൈശികൾ അല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകള് ഇവിടെ യുദ്ധബന്ദികളെ പിടിച്ചു വെക്കണില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കൂലേ ഇതെന്തിന് പരസ്പരം കൈമാറുന്ന സിസ്റ്റം പറയണോ? അവര് പിടിച്ചു വെച്ചിട്ടില്ലല്ലോ എന്നല്ലേ അവിടെ വർത്തമാനം പറയാ? അങ്ങനെ പറഞ്ഞു വെച്ചോ. ഒരു കൈമാറ്റം നടന്നതായിട്ട് ഒരു രക്തരേഖ ഇസ്ലാമിക ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് എടുത്തരാൻ കഴിയോ? ഇന്ന ആൾക്ക് പകരം ഇന്ന ആളെ തിരിച്ചു കൊടുത്തു. ബദറുദ്ധത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആളുകളെ പണം ഇത്ര ദിനാറ് വെച്ചിട്ട്, ഇത്ര എന്തൊരു ദിനാറ് എന്തൊരു കണക്കുണ്ട്, അത് വെച്ചിട്ട് ആളുകളെ പിന്നെ അവർക്ക് കൊണ്ടുപോകാം എന്നുള്ള ഇതിന് വെച്ചിട്ട് മാത്രം. പണമില്ലാത്ത ആളുകളെ അവിടെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്തോ അടിമകളാക്കി അവിടെ വെച്ചു. അവിടെ എവിടെയെങ്കിലും ഒന്ന് മാറ്റുപരിപാടി ചെയ്തെന്ന് പറഞ്ഞിടാൻ കഴിയുമോ? ഏതെങ്കിലും ഒന്ന് മതി. അതായത് മുസ്തഫ കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ? ഖുർആൻ പലതും പറയില്ലേ? ഖുർആനില് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് മതക്കാരായാലും അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിച്ച് സൽക്കർമ്മങ്ങളും ചെയ്താല് നിങ്ങൾക്ക് പിന്നെ ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും ഭയക്കും വേണ്ടെന്നുള്ളത്. വേറെ വിഷയത്തിലേക്ക് പോവല്ലേ? ഈ വിഷയത്തിൽ നിൽക്ക്. അതായത് ഇവിടുത്തെ ചോദ്യം ഇതാണ്, പരസ്പരം കൈമാറുന്നതിനെ കുറിച്ച്, യുദ്ധബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഉണ്ടോ? ഉണ്ടാവാം. ഉണ്ടായാലും അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഒരു കൈമാറ്റം നടന്നിട്ടില്ല. പറഞ്ഞു കേക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കയിലുള്ള ആളുകൾ പിടിച്ചു വെക്കുന്നില്ല എങ്കിൽ ഖുർആൻ ഇത്തരത്തിലൊരു വചനം ഇറക്കേണ്ട ആവശ്യമുണ്ടോ? മക്കയില് പിടിച്ചു വെച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖകളുണ്ടോ? ഖുർആന് പലതും ഇറങ്ങണില്ലേ? ഖുർആന് വിരുദ്ധമായിട്ട് ഒരുപാട് വാക്കുകളില്ലേ? ഖുർആൻ നസ്കായ കുറെ ആഴ്ചകളില്ലേ? ഇല്ലേ? നിങ്ങൾ എന്തൊക്കെ പറയണേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നമുക്ക് എല്ലാത്തിനും പറയാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഇപ്പൊ പിന്നെ ഏത് മതക്കാരായാലും അവര് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അന്ത്യനാളിൽ അള്ളാഹുലത്ത് പ്രതിഫലം ഉണ്ടെന്ന് ഒരു ആയത്തിൽ പറയുന്നുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ടോ? അല്ല, അതന്നെ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്,
ആൾക്ക് മാത്രമേ സ്വർഗം ആ ഇല്ല അജ്മല് ഇല്ല പറയും. ഹലോ അല്ല നിങ്ങൾ സൗണ്ട് പറഞ്ഞ കുറവ്, അങ്ങനെ ഒരു കുറച്ച് ആയത്ത് സൗണ്ട് കുറവ്. ഖുറാനിലില്ല. അങ്ങനെ ഖുറാനിൽ അങ്ങനെ ആയത്തില്ല. അത് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഇൻഷാല്ല വേറെ ചർച്ച ചെയ്യാം. ഇവിടെ നമുക്ക് അടിമത്തം ആദ്യം ചർച്ച ചെയ്യാം ഇൻഷാല്ല. ഒന്നാമത്തെ കേസ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അത് നിങ്ങൾ ആദ്യം ഒറ്റ വാക്കി പറയാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ പറയാം, എന്നിട്ട് നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് ബുക്ക് ഉദ്ധരിച്ചു, ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു തെളിവായിട്ട്. നിങ്ങൾക്ക് അപ്പം ബുക്ക് വേണ്ട, ഹദീസും പറ്റൂല, പിന്നെ നിങ്ങൾക്ക് എന്താണ് തെളിവായിട്ട് വേണ്ടത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രശ്നം ആദ്യം അല്ല, പറയാ, എന്നിട്ട് നമുക്ക് ഹദീസ് അതിന് ഖുറാനും വെച്ചിട്ട് മതി. വേറെല്ലാ ആളുകൾ എഴുതിയ പിന്നെ ബുക്കുകൾ വേണ്ട. ഹദീസും ഖുറാനും വെച്ചിട്ട് മാത്രം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു അതും അതാണ് ഞാൻ ശാബദത്തിൽപ്പെട്ട ഹദീസ് ഹദീസുകൾ പറഞ്ഞത്. മാത്രം മതി. സുനൻ ശാബദത്തിൽ അബൂദാവൂദ് മാത്രം. സഹീഹ് അല്ല അപ്പൊ സുനൻ ഖുറാനും ഹദീസും അബൂദാവൂദ് അപ്പൊ നിങ്ങൾ 3004 ഹദീസ് ഞാൻ പറഞ്ഞു. ഇനി ഒരു അടുത്ത നിങ്ങൾ കത്ത് പറയും. അതിപ്പോ ശുക്കൂർ വരിക്കോടിനോട് പിന്നെ വനുകുറവിനെ കുറിച്ച് ചോദിച്ചപ്പോ എവിടെയാണ് കരാറ് ചോദിച്ച മാറിയ? എവിടെ കരാറ്? കരാറില്ല. ഒരു കരാറ് കാണിച്ചു കൊടുക്കാറില്ലല്ലോ. അതിപ്പോ അങ്ങ് പറയുമ്പോ അങ്ങനെ പറയാ, ഒരു കൈമാറ്റം നടന്നതായിട്ട് ഒരു തെളിവും ഇസ്ലാമിക ചരിത്രത്തിലില്ല. അല്ല അപ്പൊ അല്ല ഓക്കെ, സുഹൃത്ത് നിങ്ങൾ ഹദീസ് എടുക്കുന്നും പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഹദീസ് കൊണ്ടുവന്നത്. ഇപ്പൊ അതും ഇല്ലാതായി. അല്ല അപ്പൊ ആ കത്തിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ആ കത്ത് എന്താ നിങ്ങൾ എടുക്കാത്തെ? എന്റെ റീസൺ പറ. നിങ്ങൾ പറഞ്ഞു ഹദീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ പോലും കൈമാറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ പോലും കൈമാറ്റം ചെയ്തിട്ടില്ല. ഒരാളെ പോലും കൈമാറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ നബി പിന്നെ സ്വതന്ത്രനാക്കി അടിമനെ ഒരു മിനിറ്റ് ഒരാളെ പോലും കൈമാറ്റം ചെയ്തിട്ടില്ല ഇല്ല എന്നുള്ളതിന് താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നമുക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്യുന്നവര് പറഞ്ഞതിനുള്ളത് ഉണ്ട് എന്നുള്ളതിന് തെളിവുകൾ കൊടുത്താൽ, ചെയ്തു എന്നുള്ളതിന് തെളിവ് കൊടുത്താൽ മതി. അതിനാണ് കത്ത്. അങ്ങനെ അവർ ചെയ്യുമെന്നുള്ളതിനാണ് കത്ത്. അതിലെന്താ പ്രശ്നം? അതില് അങ്ങനെ ഇല്ല. നിങ്ങൾ അതിൽ ആ ഹദീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഹദീസിൽ നിങ്ങൾ പറ, എവിടെയാണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് പറ. അപ്പൊ നമുക്ക് സംസാരിക്കാം ഇൻഷാല്ലാ. പറ മുസ്തഫ, പറ. ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ? ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? അത് ആരാണ് ഉദ്ധരിച്ചെന്ന് അറിയാവോ? ഹദീസ് ഇപ്പൊ പിന്നെ സുന്ന കൊടുക്കുമ്പോ പോയാൽ കിട്ടുമല്ലോ 3400. അത്ര 3400. ഞാനിപ്പോ പുറത്താണ്. ഞാനിപ്പോ അത് തപ്പാനുള്ള സമയമല്ല. ഞാനൊരു റോഡ് ഞാനൊരു യാത്ര ചെയ്ത് വന്നപ്പോഴാണ് നിങ്ങൾ ഇത് കണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതൊന്നും വിഷയമല്ല. ഞാൻ ചോദിക്കണത് ഹദീസ് കാണാതെ തെളിവല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ വിഷയം. ഉണ്ടായാൽ തന്നെ ഒരു കൈമാറ്റം നടന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. എത്ര യുദ്ധ കുറ്റവാളികളെ പിടിച്ചു? ഈ ഉഹുദ് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളും നബി നോക്ക് മുസ്തഫ, ഒരു മിനിറ്റ്. ഞാനേ നിങ്ങൾക്ക് ഒരു ഹദീസ് വായിച്ചുതരാം. ഞാൻ വായിച്ചുതരാം, നിങ്ങൾ കേൾക്കട്ടോ. ഇത് ജാമിയ തിർമിദി 1568 സഹിയായ ഹദീസാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, narrated Imran bin Hussein that the Prophet sallallahu alaihi wasallam ransomed 2 men for the Muslims with a man from the idolaters. മനസ്സിലായില്ലേ? ഒരു 2 മുസ്ലിങ്ങളെ പിന്നെ ഒരു ഐഡോലേറ്റർ, എന്താ പറയാ, ബഹുദൈവ ആരാധകനെ പകരമായിക്കൊണ്ട് റാൻസം ചെയ്തു എന്ന് പറയുന്ന ഹദീസാണ്. ഇനി മുസ്തഫ പറയും തെളിവില്ല ഇരിക്കുന്നല്ലോ. ഈ തെളിവ് എന്തേ മുസ്തഫ എടുക്കൂല? എന്തെങ്കിലും തന്റെ ഉള്ളിലൊന്നുമില്ലേ? ഞാൻ ചോദിക്കണ എന്താ, അത് കൈമാറ്റം ചെയ്തു എന്നില്ല തെളിവുകൾ എടുത്ത് വെക്കാണ്ടോ? ചെയ്യാന്നല്ല ചെയ്തു തെളിവുകൾ ഇനി ആൾക്ക് വേണ്ടിയിട്ട് ഇനി ആൾക്കാരെ കൈമാറ്റം ചെയ്തു, അങ്ങനെ തെളിവ് ഇസ്ലാമിലുണ്ടോ? ഏതെങ്കിലും ഒന്ന് മതി. ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നമില്ലല്ലോ. കേട്ടോളൂ. The Prophet sallallahu alaihi wasallam ransomed 2 men for the Muslims with a man from the idolaters. മനസ്സിലായോ? മലയാളോടെ പറയാം. നിരീശ്വരവാദികൾക്ക് സാധാരണ വിദ്യാഭ്യാസം കുറവായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 2 മുസ്ലിങ്ങൾക്ക് പകരമായിക്കൊണ്ട് ഒരു ബഹുദൈവ അങ്ങനെ മോചിപ്പിക്കാനാൽ വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുത്താൽ 2 മുസ്ലിങ്ങൾ. ഹലോ ഒന്നും പറഞ്ഞൊന്നും കേൾക്കാത്തത്.
ഞാൻ ചോദിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കാണില്ല. അത് ഞാൻ പറഞ്ഞ ഒന്നുകൂടി കേട്ടോളൂ. ദ പ്രോഫറ്റ് ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞു കേട്ടു, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല എന്ന് മാത്രം. ഇത് മ്യൂട്ട് ചെയ്യണ്ട ആരോ അവിടെ. ഞാൻ ചോദിക്കണത് അവിടെ ആരെയും മ്യൂട്ട് ചെയ്യണ്ട. ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും അവിടെ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് നോക്കുമ്പോഴാണ് മ്യൂട്ട് കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ഈ ഖുറൈശികൾ അല്ലെങ്കിൽ പിന്നെ ബഹുദൈവ ആരാധകര് ആരെങ്കിലും അടിമയായിട്ട് പിടിച്ചതായിട്ട് ഒരു ചരിത്രം എനിക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ പറഞ്ഞാൽ മതി, ഇന്ന ആളെ പിന്നെ അല്ല മുസ്തഫ, നബി പിടിച്ചു വെച്ച ഒരുപാട് ആളുകളെ ഇഷ്ടംപോലെ ചരിത്രത്തിലുണ്ട്. മുസ്തഫ ഞാൻ പറയട്ടെ, ഇത് രാമായണം മുഴുവൻ പറഞ്ഞൊരു രാമൻ സീതന്റെ അമ്മായിയപ്പനാണ് എന്ന മാതിരിയുള്ള വർത്താനാണ്. അപ്പൊ ഞാനിപ്പോ അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ വെളുപ്പിച്ച് എന്ന് പറഞ്ഞില്ലേ, രണ്ടാളുകള് പകരത്തിന് ഒരു പിന്നെ ബഹുദൈവാരാധകനെ കൊടുത്തു എന്നാണ് ഇപ്പൊ പറയണേ അല്ലേ? എന്താ പ്രശ്നം? അതെ, പ്രശ്നമൊന്നുമില്ല. എവിടുന്ന് പിടിച്ച അടിമയാണെന്നുണ്ടോ? എവിടുന്ന് പിടിച്ച ആളാണെന്നുണ്ടോ? യുദ്ധത്തിൽ പിടിച്ചാണോ? യുദ്ധത്തിൽ പിടിച്ചതാണോ? ഞാൻ ചോദിക്കണേ, യുദ്ധത്തിൽ പിടിച്ച ആളാണോ? യുദ്ധത്തിൽ പിടിച്ച പിടിച്ചത് മാത്രമേ ഇസ്ലാമിൽ അംഗീകരിക്കുന്ന ഹിന്ദുക്കളായിട്ട്. യുദ്ധത്തിലല്ലാതെ ഇസ്ലാമിൽ ഒരാളെ പിടിക്കാൻ പറ്റൂല. മതിയല്ലോ, യുദ്ധത്തിൽ എത്ര ആളുകളെ ഇതേമാതിരി പിന്നെ സ്ലേവറി അത് അടിമകളാക്കിയിട്ടുള്ളത്, എത്ര ആൾക്കാരെ. ഇയാൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരാളാട്ടോ. കരാറിന്റെ ആളാന്ന് തോന്നുന്നുണ്ട്. മുസ്തഫ, നിങ്ങൾ ഒരു മിനിറ്റ് നമുക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിച്ചതിന് തെളിവ് ഇപ്പൊ തന്നില്ലേ? അതായത് ഇങ്ങനെ കൈമാറ്റം ചെയ്യാറുണ്ടായിരുന്നു, അവര് പിടിക്കാറുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് തന്നു. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ തെളിവല്ലെങ്കിൽ എന്തുകൊണ്ട് തെളിവല്ല എന്നുള്ളത് പറയാം. അല്ലാതെ നിങ്ങൾ അതെ ഒരു 20 സെക്കൻഡെങ്കിലും അടങ്ങി നിൽക്ക്. ഞാൻ പറയണത്, ഈ ബഹുദൈവാരാധകര് മുസ്ലിങ്ങളെ അടിമയാക്കി എവിടെയെങ്കിലും വെച്ചതായിട്ടൊരു ചരിത്രം നിങ്ങൾക്ക് എടുത്ത് പറയാൻ കഴിയുമോ? ഇങ്ങനെ മോചിപ്പിച്ചു എന്ന് പറയണ്ട ഏത് അടിമനെ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ഈ ചരിത്രത്തിലുണ്ടോ? നേരെ മറിച്ച് മുഹമ്മദ് നബി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ട് ഒരുപാട് അടിമകളെ കൈവശം വെച്ചിട്ടുണ്ട്. അതിലൊരുപാട് തെളിവുകളും ഉണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ബിലാൽ ബിൻ റബ, സുമയ്യ ഇവരൊക്കെ അടിമകളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. ഇനി പറ. ബിലാല് പിന്നെ കറുത്ത ബിലാലോ? അതെ, അദ്ദേഹം അടിമയായിരുന്നു, അദ്ദേഹം മുസ്ലിമായിരുന്നു. അത് നബിന്റെ ഈ യുദ്ധത്തിൽ കിട്ടിയ അടിമയാണോ? യുദ്ധത്തിന് കിട്ടിയ അടിമയല്ല. നിങ്ങളല്ലേ മുസ്ലിം അടിമ അവരെ കയ്യിലുണ്ടായിരുന്നു ചോദിച്ചു. അതിനാണ് തെറ്റ്. അത് ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്ന അടിമ. അത് കാലഘട്ടത്തിൽ വന്നിരുന്ന അടിമ. ബിലാല് പഴയ അടിമാനൊന്നുമല്ലോ. ബിലാല് പഴയ അടിമയാണെന്നുള്ളതോ? ബിലാല് പഴയ അടിമയായിരുന്നു. ബിലാലിന് അബൂബക്കർ മുഹമ്മദും പാടെ കൂടിയിട്ട് പിന്നെ കഅബയിലെ മല വരുത്തിയാണ്. അങ്ങനെ ഇതാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് മല മുഴുങ്ങിക്കാളും. അതാ പ്രശ്നം. മുസ്തഫ, ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചതിന് മുസ്ലിമായ അടിമയുടെ പേര് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം എന്താണ്? അവര് എങ്ങനെ കിട്ടിയ അടിമയാണ്? നിങ്ങൾ പറയാണ് അവരെ യുദ്ധത്തിൽ നിന്ന് പിടിച്ച അടിമ അല്ലെങ്കിൽ വഴിയെ പോയ അല്ലെങ്കിൽ ഏതോ ഒരു സ്ത്രീ ആയിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനെ പിടിച്ച് അടിമയാക്കി. അതായത് യുദ്ധത്തിൽ ആദ്യം ഉണ്ടായിരുന്ന അടിമകള് മുസ്ലിം ആയപ്പോ ആ മുസ്ലിമായ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പണിയെടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ഒരിക്കലും മറ്റൊരു അടിമയായിട്ട് പിടിച്ചതായിട്ട് ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ബിലാൽ ബിൻ റബീനെ എവിടെന്നാ പിടിച്ചത്? ബിലാലിനെ ഇവിടെ ബിലാല് പിന്നെ എന്താ മൊല്ലാന്റെ പേര് ഇപ്പൊ ഞാൻ മറന്നുപോയി. അയാളെ പിന്നെ അബൂബക്കറും പിന്നെ മുഹമ്മദ് പാടെ കൂടിയിട്ട് കാബിയിൽ എന്തൊക്കെ പണിയെടുപ്പിച്ച്. ഹലോ, കേൾക്കണ്ടോ? അല്ലല്ല, നിങ്ങളെ മുസ്തഫ, ഞാൻ ചോദിക്കുന്നതിനാണ് മറുപടി അറിയേണ്ടത്. അല്ലാതെ നിങ്ങൾ വേറെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ബിലാൽ ബിൻ റബ എന്ന് പറയുന്ന ഒരു സ്വഹാബി അടിമയായിരുന്നല്ലോ, അത് എവിടുന്ന് വന്നു? ആ അടിമ എങ്ങനെ അടിമയായി? അത് നിങ്ങൾ പറഞ്ഞു. അത് ആ കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു.
ആ കാലഘട്ടത്തിൽ നബിന്റെ മുന്നും അടിമകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പത്തെ മാനവരാശിക്ക് ശരിയല്ല. അതുകൊണ്ട് ഒരു ദൈവമാണ് ഇത് പറഞ്ഞതെങ്കിൽ അത് നിരോധിക്കേണ്ടതായിരുന്നു. അത് നിരോധിച്ചില്ല. അതുകൊണ്ടാണ് ഇസ്ലാം നബിന്റെ ഒരു വർത്തമാനം മാത്രമാണ് എന്നുള്ളത് പറയണത്. അള്ളാഹ് പറഞ്ഞാൽ ഒരിക്കലും ഇത് കഴിഞ്ഞോ? ഒരു മിനിറ്റ്, നിങ്ങൾ ആദ്യം ഞാൻ ചോദിക്കുന്നതിനാണ് മറുപടി, അല്ലെ നിങ്ങൾ അത് നിരോധിച്ചില്ല അതാണ് ഇതാണ് നല്ല ചോദ്യം. കൃത്യമായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് പോവാം. നിങ്ങൾ പറഞ്ഞു ബിലാൽ ബിൻ റബാഹ് എന്ന് പറഞ്ഞ അടിമയായിരുന്നു, ആ കാലഘട്ടം അടിമയായിരുന്നു, അത് മോശമാണ്, അത്രയും നമ്മളും പറഞ്ഞോളൂ. യുദ്ധത്തിൽ അല്ലാതെ എന്ത് പിടിക്കുന്നത് മോശമാണ്, ഇസ്ലാം നിരോധിച്ചു, അതുകൊണ്ടാണ് ഇസ്ലാം ദൈവിക മതമാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം കറുത്ത വർഗക്കാരനായ അടിമ അല്ലെങ്കിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, അദ്ദേഹം ഉന്നത കുടുംബത്തിലുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് അടിമയാക്കുക, അദ്ദേഹത്തിന് ഒരു യാത്രക്കാര് സംഘം പിടിച്ച് അടിമയാക്കി ചരിത്രമൊക്കെ കണ്ണടച്ച് ഇട്ടാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇട്ടാവൂ, അല്ലാതെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഇട്ടാവും? മുസ്തഫ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ 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 അസ്വസ്ഥനാവുന്നത്? എന്തിനാണ് ഇങ്ങനെ കള്ളം പറയണത്? ഒരു മാന്യമര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇസ്ലാമിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇസ്ലാമിൽ തെറ്റാണ്, നമുക്ക് തെറ്റാണ് തോന്നുന്ന സംഭവം തെറ്റാണെന്ന് പറയുക എന്താ അത്ര പ്രയാസം? എന്താണ് അതിനെങ്ങനെ വെളുപ്പിച്ച് പോയിട്ട് എന്താ ഇസ്ലാമിൽ കൂടുതലായിട്ട് ആഴത്തിലേക്ക് തള്ളി പോകുന്നല്ലാതെ? അങ്ങനെ ആണൊക്കെ ഈ ഇതിക്ക് പോകുന്നത്. മുസ്തഫ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോ താങ്കൾ പോയി കാണും, അത് കുഴപ്പമില്ല, ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു താങ്കൾ പറഞ്ഞിട്ടില്ല, ഞാൻ ഇത് കള്ളം പറയുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ അതിനുള്ള തെളിവ് പറയണം. പോട്ടെ, ഇവിടെ താങ്കൾ പറഞ്ഞു ഇസ്ലാമിൽ അടിമത്തം ഉണ്ട്, അടിമത്തം മോശമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ മറ്റെല്ലാ അടിമത്തങ്ങളും നിരോധിച്ചു. ഏത് ഖുറൈശികൾക്ക് അന്ന് ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ പോലും പിടിച്ച് അടിമകളാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഞാൻ തെളിവും പറഞ്ഞു. അല്ലാത്ത അവര് അടിമകളെ കൈമാറാറുണ്ടായിരുന്നതിന് തെളിവ് പറഞ്ഞു. അവരടിമകളാക്കും, യുദ്ധത്തിൽ പിടിച്ച് അടിമകളാക്കും എന്നുള്ളതിന് ഹദീസ് പറഞ്ഞു. പിന്നെ അവര് എന്റെ കാലഘട്ടത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ചരിത്രം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി 2 പുസ്തകങ്ങളും എന്ത് ചെയ്തു, റെഫറൻസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, നിങ്ങൾ ഇസ്ലാം മോശമാണെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് തെളിവ് അടിസ്ഥാനത്തിൽ പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ഇസ്ലാം മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാമില് അടിമത്തം ഹലാലാണ് എന്നും അത് ഒരിക്കലും ഒരു ദൈവത്തിന്റെ മുന്നിൽ വരുന്ന സംഭവം അല്ല എന്നും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അടിമത്തം ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ നടന്നു പോകുന്ന സംഭവമായിരിക്കും. അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ തുടർന്ന് 1800 വർഷം വരെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. 1800-ലാണ് പിന്നെ നമ്മുടെ ലോകത്തൊക്കെ നിരോധിച്ച്. സൗദി അറേബ്യയിലാണ് ഏറ്റവും ലാസ്റ്റ് നിരോധിക്കുന്നത്. 1800 വരെ അത് ശരിയായിരുന്നു എന്നാണ് നിങ്ങൾ സമ്മതിക്കണേ? അതിന് ശേഷം തെറ്റായി, അങ്ങനെയാണോ? 1800 വരെ അത് ഉണ്ടായിരുന്നു എന്ന് വെച്ചത് ശരിയായിരുന്നല്ല, അത് തെറ്റാണ് തോന്നിയപ്പോഴാണ് നിരോധിച്ചത്. 1960 സംതിങ് വരെ ഇതാ നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ, ഓരോന്ന് നമുക്ക് പോവാം, അപ്പൊ വേഗം വ്യക്തമാവും. അപ്പൊ 1800 വരെ ഇത് ശരിയായിരുന്നു എന്നാണോ തെറ്റാണ് എന്നാണോ? അതിന്റെ മാറ്റങ്ങൾ വരുത്തിയത് 1960 ശേഷമാണ് സൗദി അറേബ്യയിലൊക്കെ നിരോധിച്ചത്. അവിടെ നിക്കുന്ന 1800 വരെ ഇത് ശരിയായിരുന്നു തെറ്റായിരുന്നു? 1800 വരെ ഇത് എല്ലാ കാലത്തും അടിമത്തം എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ആർക്കാ തോന്നിയത് തെറ്റാണെന്ന്? മാനവരാശിക്ക് ദൈവത്തിനെ തോന്നിയില്ല, ദൈവത്തിനെ തോന്നിയില്ല, അള്ളാഹ്ക്ക് തോന്നിയില്ല. 1808 വരെ വേറെ ആർക്കും തോന്നിയില്ല. ഈ 1808 ശേഷമുള്ള ആൾക്കാർക്കാണ് തോന്നിയത് അത് തെറ്റാണ്, അതുകൊണ്ട് നിരോധിച്ചു, അങ്ങനെയാണോ? അങ്ങനെയല്ല. 1800 വർഷം വരെ അതിന് പിന്നെ ഒരു പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 1800 സംതിങ്ങില നിരോധിച്ചിട്ടും സൗദി അറേബ്യയിൽ 1960 വരെ നിലവിലുണ്ടായിരുന്നല്ലോ. അത് മുസ്ലിം രാഷ്ട്രമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് അടിമത്ത ഹരാണ്. ഇവിടെ ഇന്ത്യയിൽ നിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോ ഇന്ത്യയിൽ നിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോ അന്ന് അത് ഇസ്ലാമിൽ
കാര്യം മനസ്സിലാക്കാനല്ല, ഓരോന്നോരോന്ന് പോണ്ടി. ഒരു മിനിറ്റ് ഓരോന്നായിട്ട് പോവാം. ഇപ്പൊ 1800 ആ കാലഘട്ടം നിരോധിച്ചു, ശരി. ആ നിരോധിച്ച സമയത്ത് ആ നിരോധനം കൊണ്ട് മാത്രം അമേരിക്കയില് മരിച്ചവരുടെ എണ്ണം 40 ലക്ഷം ആൾക്കാരാണ്, കറുത്ത വർഗ്ഗക്കാരാണെന്നുള്ള കാര്യം അറിയാവോ? അതായത് അമേരിക്കയിൽ മാത്രം അടിമത്ത നിരോധനം കാരണം 40 ലക്ഷം മനുഷ്യര് മരിച്ചു എന്നുള്ള കാര്യം മുസ്തഫയ്ക്ക് അറിയാവോ? അപ്പൊ അത് മാനവികമായിരുന്നു? അതൊന്ന് പറഞ്ഞ അതിന്റെ മറുപടി ഒന്ന് പറയോ? 1 കോടി ആളുകൾ മരിച്ചാലും ഒരു മനുഷ്യനെ അടിമാക്കി വെക്കാന് ഒരാൾക്കും അധികാരമല്ല. അങ്ങനെ വെക്കാന്ന് പറയുന്ന ദൈവത്തിനാണ് പൊട്ടത്തരം സംഭവിച്ചത്. 40 ലക്ഷം ആൾക്കാരെക്കാൾ നിങ്ങൾക്ക് 40 ലക്ഷം ആൾക്കാർ മരിക്കുന്നതൊക്കെ 40 ലക്ഷം ആളുകൾ മരിച്ചാലും ഓന് പ്രശ്നമില്ല. അത് അല്ല അതിപ്പോ AK ആന്റണി കള്ള് നിരോധിച്ചപ്പോ കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്തില്ലേ? എന്ന് വെച്ചാൽ കള്ള് പിന്നെ ആവശ്യമില്ലാത്ത നിരോധിക്കാക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരമല്ല. അതിനുത്തരമുണ്ട്. അതിന് ഇസ്ലാമിന് ഉത്തരമുണ്ട്. ഇസ്ലാം ഒറ്റയടിക്ക് കള്ള് നിരോധിച്ചില്ല. ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ട് കള്ള് നിരോധിച്ചുണ്ട്. ആരും ആത്മഹത്യയില്ല. അതാണ് ഇസ്ലാം ഏത് സാഹചര്യത്തിലാണ് കള്ള് നിരോധിച്ചത്? നിരോധിക്കാനുള്ള സാഹചര്യം എന്താ? ആദ്യം കള്ള് ഹലാലല്ലേ ചെയ്യുന്നോ? അതിന് എന്തൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ്ട് ആയത്തുകളുണ്ടല്ലോ. വിഷയങ്ങളാ മാറ്റിയത്. എങ്ങനെ? കേട്ടില്ല. എന്താ സെമീർ എന്താ പറഞ്ഞു? ക്ലാസ് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ കേട്ടോ, ഈ 40 ലക്ഷം ആൾക്കാർ മരിക്കുന്നത് നിരീക്ഷകർക്ക് പ്രശ്നമില്ല എന്നുള്ളത് കട്ട് ചെയ്ത് വെക്കുന്നത് അത് നമുക്ക് ആവശ്യം വരും. പിന്നെ ഷെമീറിന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ടുള്ളപ്പോ ഇതൊക്കെ കാര്യണ്ടി വന്നേ. എല്ലാരും ക്ലാസ് കേൾക്കണം. ശരിയാണ് തോന്നുന്നു നമ്മൾ എടുക്കണം, തെറ്റാണ് തോന്നുന്നു തള്ളി പോകന്നെ വേണം. അതിന് നമ്മൾ വെളുപ്പിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ അടിമത്തുണ്ടോ? ഉണ്ട്. അത് തെറ്റാണോ? തെറ്റാണ്. അതിൽ 40 കോടി ആളുകൾ മരിച്ചാലും തെറ്റായിട്ട് തന്നെ അംഗീകരിക്കണം. അത് ഇന്ന് മാനവരാശിക്ക് അത് പറ്റൂല. അന്ന് ആൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ആളുകൾക്ക് എല്ലാവർക്കും സ്വതന്ത്രമല്ലേ? ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോഴും പ്രശ്നമുണ്ട്. മുസ്തഫ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുസ്തഫ അടിമത്തത്തെ വളരെയധികം വിമർശിക്കുന്ന ഒരാളാണല്ലോ. അടിമത്തത്തിന്റെ പിന്നെ അടിമത്തത്തിലൂടെ വരുന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ മുസ്തഫ തയ്യാറാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അടിമത്തത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് മുഴുവൻ ബഹിഷ്കരിക്കുക, അതൊക്കെ ഒഴിവാക്കാൻ മുസ്തഫ തയ്യാറാണോ? മുസ്തഫ ഒരു മറുപടി പറയൂ. അടിമത്തത്തിലൂടെ വന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. അതെന്ത് ഉൽപ്പന്നം? അടിമത്തത്തിലൂടെ വരുന്ന ഉൽപ്പന്നം. അടിമത്തിന്റെ മുസ്തഫ ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ബഹിഷ്കരിക്കാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളതിന് ആദ്യം മറുപടി പറയണോ? കാരണം നിങ്ങള് എന്താണ് അത് എന്നുള്ള അറിയാതെ എങ്ങനെ തയ്യാറാണോ അല്ലാണെന്ന് പറയാൻ കഴിയാ? പറഞ്ഞോ, ഞാന് അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അംഗീകരിച്ചു തരും. ഞാൻ നിങ്ങളെ മാറി വെളുപ്പിക്കാൻ നടക്കൂല. ഇല്ലാന്ന് തന്നെ പറയും. നിങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു സാധനമാണെങ്കിൽ നിങ്ങൾ തയ്യാറല്ല എന്നും പറയും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ തയ്യാറാണ്, ഞാൻ അത് ഒഴിവാക്കാം എന്ന് പറയാം. അതിന് ഞാൻ മുസ്ലിം അല്ലല്ലോ, നമുക്ക് ഇത് വെളുപ്പിച്ചടക്കാം. നമുക്ക് നമ്മതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. അല്ല അതല്ല ഞാൻ നമുക്കൊരു മതത്തിനെയോ അല്ലെങ്കിൽ മാനവരാശിക്കും പിന്നെ പറഞ്ഞോ കാര്യം പറയും. അതായത് നോക്കൂ, നിങ്ങൾ അടിമത്തത്തിനെതിരെ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അടിമത്തത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒഴിവാക്കാൻ നിങ്ങൾ സന്നദ്ധനാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി പറയൂ. എന്താ പറഞ്ഞത്? അടിമതമായ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ സാമാനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ, അടിമത്തം വർദ്ധിക്കുള്ളൂ. എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യ സാധനം പറയും എന്താണെന്നുള്ളത്. അത് അതിനനുസരിച്ചാണ് ഉത്തരം പറയാം. അല്ലാതെ എന്താണ് ഉൽപ്പന്നം എന്ന് പറയാ, എന്താണ് ഉൽപ്പന്നം എന്ന് അറിയാതെ അത് ഉൽപ്പന്നം എന്ന് പറഞ്ഞോ? എന്താ ഉൽപ്പന്നം? എന്താ അടിമത്തത്തിലൂടെ ഉൽപ്പന്നം കിട്ടണേ? ഷമീർ ഭായ്, ഇവനൊന്ന് മ്യൂട്ട് ചെയ്യും, ഇവൻ സംസാരിക്കാനായി അനുവദിക്കുന്നില്ല. അതായത് ഇവിടെ നിങ്ങളെ മുസ്തഫാന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അടിമത്താണ്. അടിമത്തനെ നഖശികാന്തം എതിർക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടിമത്തത്തിന്റെ സപ്പോർട്ടോട് കൂടി വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ മുസ്തഫ തയ്യാറാവേണ്ടേ? പറയേ.
അവിടെ അതിനെനിക്ക് മറുപടി ഉണ്ട്. ആവണോ? ആവണ്ടേ? എന്താണ് ഉൽപ്പന്നം? ഉൽപ്പന്നം എന്തോ ആവട്ടെ, നിങ്ങൾ തയ്യാറാണോ തയ്യാറല്ലേ എന്ന് ചോദിച്ചാൽ സംഭവം മനസ്സിലായി. ഏതാണ് ആ മൈക്ക? അതല്ലേ കേസ്? അല്ല, ഉൽപ്പന്നം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഉൽപ്പന്നം പറയാം. അല്ലാതെ ഇജ്ജ് കരുതിമാരില്ല ഉത്തരം പറയാൻ എന്നെ കൊണ്ടില്ല. എന്താ ഉൽപ്പന്നം വെച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് അതിന് അർത്ഥം പറഞ്ഞു. അല്ലാതെ ഞാൻ വെളുപ്പിക്കാൻ നിൽക്കൂല. ഉൽപ്പന്നം നോക്കേ, ഉൽപ്പന്നം കാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ വേണ്ടി വരൂല. ഉൽപ്പന്നം കമ്പ്യൂട്ടർ ആണെങ്കിൽ ചിലപ്പോ വേണ്ടിയും വരും. ആ ഉൽപ്പത്തിനനുസരിച്ചാ തീരുമാനം പറയാ. അതല്ല ഇവിടുത്തെ ഈ വിഷയമാണോ പറയാ? അത് പറയും. അതായത് സ്ലേവറി പരമായിട്ട് സ്ലേവറി നിരോധിക്കേണ്ട സംഭവമാണ്. അത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല. ഒരു ഉൽപ്പന്നം, അതാ ഞാൻ പറയണത്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണോ എന്നാണ് മുസ്തഫയോട് ചോദിക്കണത്. എന്ത് പൊട്ടത്തരമായ ചോദ്യം സുക്കുറെ ചോദിക്കണത്? കാര്യമായിട്ട് ചോദ്യം അങ്ങനത്തെ പൊട്ടത്തരത്തിന് ഉത്തരം പറയാൻ എനിക്ക് സമയമല്ല. ഹറാമോ ഹലാലോന്ന് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് എസ് ഓർ നോ പറയാൻ കഴിയില്ല. എന്നിട്ടാണ് ഇയാള് നമ്മളോ ചോദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? അല്ല, ഒരു മിനിറ്റ് മുസ്തഫ, ഞാനൊരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സെമീർ ജാസിന് തല വെച്ചാൽ ഒന്ന് വർക്ക് ചെയ്തു. സുക്കുറായാലും അങ്ങനെ പോയി. എന്താണ് ഈ ഉൽപ്പന്നം? കാറോ, ലോറിയോ, ബസ്സോ? അല്ലല്ല മുസ്തഫ, എന്ത് വെറുതെ എല്ലാം അൺമാസിക്കിങ് ഇട്ട പേര്. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ലോ ലെവലിലുള്ള ബുദ്ധിയിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അതായത് അടിമത്തത്തിൽ, അതായത് അടിമകളെ കൊണ്ട് ജോലി ചെയ്യിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മളിലേക്ക്, അതായത് കൺസ്യൂമർ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമോ ഇല്ലയോ? അതാണ് ചോദ്യം. ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ അത് അടിമ നമ്മൾ ആ പ്രൊഡക്റ്റിനല്ല ഇത് നോക്കണേ. ആ അടിമത്തത്തെയാണ് നമ്മൾ നിരോധിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മളെ പ്രശ്നം നടക്കുന്നത്. അല്ലാതെ അവിടെ ഉണ്ടാക്കിയ സാധനത്തിനല്ല. അടിമത്തത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യുന്നത്? പല സാധനങ്ങളും പല ആളുകൾ ഉണ്ടാക്കണല്ലേ. അടിമത്തം എന്ന് പറഞ്ഞ സംഭവം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അടിമത്തം കൊണ്ട് ഉണ്ടാക്കിയ കാറ് ബസ്സും വാങ്ങുമല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് നല്ല രസമുണ്ട് കുറെ. അടിമത്തത്തിന്റെ അടിമകൾ ഉണ്ടാക്കുന്ന വാങ്ങും. ഞങ്ങളൊരു പ്രത്യേകതരം അടിമത്തിനുള്ള എതിരെ സംസാരിക്കുന്നവരാണ്. അടിമകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷെ ഏതാണ് എന്റെ മൈക്ക്? അതല്ല എന്റെ കേസ്. അത്രയല്ലേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലും പറയാതെ കാര്യമില്ല കാര്യം പറയുകയാണെങ്കിൽ. ഇത്രയും വെളിവില്ലാത്തൊരു യുക്തിവാദി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ലേവറിയുടെ ഉൽപ്പന്നമായിക്കൊണ്ടാണ്. നിങ്ങളുടെ ഫോൺ വലിച്ചെറിയാൻ സന്നദ്ധനാണോ? ഇതാണ് ചോദ്യം. ഇപ്പൊ എവിടെയാ സുക്കൂറെ സ്ലേവറി ഇല്ലേ? സ്ലേവറി നിരോധിച്ചു കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഇതൊക്കെ 2-3 കൊല്ലത്തിന് മുന്നിലെ ഫോണുകളാണ്. ഇവിടെ പറയുന്നൊക്കെ പാട് ഞാൻ വിശ്വസിക്കണം. എന്തിനാ പൊട്ടാ? മോഡേൺ സ്ലേവറി എന്ന് പറയുന്നത് പലരും പറയും. അത് ഞാൻ അടിമത്തുണ്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. അപ്പൊ അല്ല മുസ്തഫ, അതെന്റെ ബുദ്ധിയില്ലായ്മയായിട്ട് കണക്കൂട്ടും. അല്ലല്ല മുസ്തഫ, താങ്കളുടെ അറിവില്ലായ്മ എന്റെ അറിവില്ലായ്മല്ല. ഇപ്പൊ ലോകത്ത് എവിടെ അടിമ സമ്പ്രദായം ഇല്ല. പിന്നെ ഇപ്പൊ ഉണ്ട് നിങ്ങൾ പറയല്ലേ. നോക്ക്, മോഡേൺ സ്ലേവറി ആക്ട് 2015 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് UK-യുടെ. അതറിയോ നിങ്ങൾക്ക്? മോഡേൺ സ്ലേവറി ആക്ട് 2015. ഏത് ആക്ട് കൊടുത്താലും ലോകത്ത് ഇപ്പോ അടിമ സമ്പ്രദായം ഇല്ല. പിന്നെ ഞാൻ എത്ര വിളിപ്പിച്ചിട്ടും കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് തെളിവ് വേണ്ടേ? ഇല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് താല്പര്യമില്ല, പിന്നെ പോവാണ്. വെറുതെ അതില്ലാത്ത കേസിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അതിന് വേറെ ആളെ നോക്കിക്കോളി. മുസ്തഫ കേക്ക് ഇവിടെ കൊബാൾട്ട് മൈനിങ്ങിന് ഇപ്പൊ അടിമ സമ്പ്രദായം നിലവിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അന്റെ താല്പര്യത്തിന് അങ്ങനെ ഒഴിവാക്കണില്ല. എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഇജ്ജി ചോദിക്കുന്ന പൊട്ടത്തിന് ആർക്കും ഉത്തരം പറയാൻ കഴിയാ?
കാര്യം ഞാൻ കാര്യമാണെങ്കിലും ഒക്കെ ഇതിപ്പോ അടിമ സമ്പ്രദായത്തിൽ ഇപ്പൊ നിലവിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിന് വാദിക്കേ. ഷമീർ ഭായ് ഇവനെ ഒന്ന് മ്യൂട്ട് ചെയ്യേ. ഞാൻ മ്യൂട്ട് ചെയ്ത് കാണുന്നില്ല. ഇപ്പൊ അടിമ സമ്പ്രദായം ഞാൻ വിശ്വസിക്കൂല. ഷമീർ ഭായ് ഇവനൊന്ന് മ്യൂട്ട് ചെയ്യേ. അതായത് ഇപ്പൊ അടിമ സമ്പ്രദായമല്ല നിങ്ങൾ വിശ്വസിക്കൂല. ഇപ്പൊ മോഡേൺ സ്ലേവറി നെറ്റിലൊന്ന് സെർച്ച് ചെയ്യാം. അതിൽ കാണും കൊബാൾട്ട് മൈനിങ്. കൊബാൾട്ട് വളരെ ആവശ്യമാണ് മൊബൈൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് നിർമ്മിക്കുന്നത് അടിമകളാണ്. മോഡേൺ സ്ലേവറിയുടെ ഭാഗമാണ്. ഈ മോഡേൺ സ്ലേവറിക്ക് എതിരായിക്കൊണ്ട് പ്രവർത്തിക്കാൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ മുതലുള്ള പല സംഘടനകളും, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളങ്ങനെ സമ്മതിക്കൂല അറിഞ്ഞാൽ ഇതിവിടെ ഉള്ളതാ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യേ. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ലിയാഖത്തിന്റെ കൈ കിട്ടിയ പൊരിച്ചു വിടുട്ടോ. ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ പിന്നെ സ്ലേവറി ഉണ്ട് എന്ന് പറഞ്ഞാലേ ശ്രദ്ധിച്ച് വെറുതെ കേൾക്കാൻ നിൽക്കണ്ട. മുസ്തഫ, ലിയാഖത്തിനെ ഷമീർ ഭായ് എന്ന് പൊരിച്ചു വിട്ടിരുന്നു, അത് കണ്ടിരുന്നോ? ഈ സാധാരണക്കാരനായ എൻ്റെ മുന്നിൽ പോലും മറുപടി ഇല്ലാത്ത ലിയാഖത്താണ് പല പണ്ഡിതന്മാരും ചർച്ചയ്ക്ക് പിടിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സീരിയലായിരുന്നു. നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാതായി പോവല്ലേ കുതിരകളെ. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ചോദ്യങ്ങൾ കൂടുതലാണെന്ന പ്രശ്നം. അതെ കൂടെ അതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ സംവാദം ഫുള്ളാക്കി ഞാൻ കേട്ടിട്ടുണ്ട്. മുന്നിൽ പോലും മറുപടി ഇല്ലാത്ത ലിയാഖത്താണ് പല പണ്ഡിതന്മാരും ചർച്ചയ്ക്ക് പിടിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സീരിയലായിരുന്നു. എനിക്കും ചെയ്യാനായിരുന്നു, കാരണം ഉത്തരമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ കുറെ ചോദ്യമൊന്നുമില്ല. ഞാൻ ആകെ 6 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നിനും മറുപടി കൃത്യമായിട്ട്. പാർമാൻ ജയിച്ചു അല്ലേ? ഞാൻ അതൊക്കെ പോട്ടെ, ഒരു മിനിറ്റ് നിങ്ങൾ ഉണ്ടാകും. ഞാൻ ചോദിച്ചേ ആ ചോദ്യമൊക്കെ കൂടെ ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തരാം. ഒരു മിനിറ്റ് അല്ല, പൊരിക്കും മറിക്കും ഇതൊക്കെ നമ്മള് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ആൻസർ പണിയെടുക്കും. ഇനി മേലാലോനെ കൊണ്ടുവരുത്. ഈ വീഡിയോ ഈ കോച്ചാണെങ്കിൽ നിങ്ങളെ പണിയെടുക്കും. അത് വേറെ പോട്ടെ. ഞാൻ ചോദിക്കണ അല്ലെ ഒരു 30 സെക്കൻഡ് എനിക്ക് തരും. നിങ്ങൾ മിണ്ടാതെ നിൽക്കുവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇല്ല, എന്തെങ്കിലും പറയല്ല. ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സംഭവം പറയണത് പറയട്ടെ. ഒരു 30 സെക്കൻഡ് നിങ്ങൾ മുണ്ടാതെ നിൽക്കണം. ഹലോ, കേൾക്കണ്ടോ? അതായത് ഈ സംവാദം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളെ ജയോ ഒരാളെ തോൽവിയോ അല്ല. ഇത് എന്താ ഉദ്ദേശിക്കുക വെച്ചാൽ ആളുകളുടെ അടിയിൽ ഇങ്ങനെ സംവാദം നടന്നാൽ അടിമ ഇസ്ലാമിലുണ്ടോ ഇല്ലേ, ആളുകൾ അതിനെ കുറിച്ച് പഠിക്കൽ തുടങ്ങും. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആര് തോറ്റാലും ലിയാഖത്തല്ല, ഇനിയിപ്പോ ഷമീർ തോറ്റാലും അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള പഠിക്കൽ തുടങ്ങും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ചതാണ്. ഈ ആയക്കടയിൽ നിന്ന് പഠിച്ചാണ് ഞാൻ. ഈ ആയക്കടയിൽ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒന്നും ഇല്ലാത്തത് പിന്നെ ഒരു ഖുർആനിൽ വല്ലതും ഉണ്ടോ എന്നുള്ള അങ്ങനെ പഠിച്ച. സത്യം പറയട്ടോ, ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല, സത്യം പറയാണ്. അങ്ങനെ പഠിച്ച് വന്ന് നോക്കുമ്പോ ഇസ്ലാമിൽ ഒന്നുമില്ല എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് തോന്നും. അതാണ് ഈ പറഞ്ഞ സംവാദത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ജയപരാജയമല്ല. അത് നടക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ജയം. അത് നടക്കാതെ പോകുമ്പോഴാണ് വിഷയം വരിക. ഇതില് കുറഞ്ഞ ആളുകളെ ഇപ്പൊ 1, 10, 100 ആൾക്കാരെ കിട്ടിയാൽ അടുത്തത് അതിന് തലമുറ മാറും. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇതിനെ കുറിച്ച് ചർച്ച. ഒരു മിനിറ്റായി. അപ്പൊ നമ്മള് പറയട്ടെ, നമ്മൾ ഇതിനൊന്നല്ല ആ വീഡിയോ കാണിച്ചത്. നിങ്ങൾ പറഞ്ഞു ലിയാഖത്തിന്റെ കയ്യിൽ കിട്ടിയ പൊരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഇപ്പൊ കാണിച്ചത്. അല്ലാതെ സംവാദം ആളുകൾ വിലയിരുത്തട്ടെ. നമ്മൾ പറഞ്ഞത് ഇതുള്ളൂ. നിങ്ങൾ പറഞ്ഞു ശുക്കൂർ വരയ്ക്കുന്നോട് എന്താണ് ലിയാഖത്തിന്റെ കയ്യിൽ കിട്ടിയ പൊരിക്കുന്ന പറഞ്ഞു. അത് ഈ വീഡിയോ ഇതേമാതിരി നിങ്ങൾ അപ്ലോഡ് ചെയ്യുമല്ലോ അല്ല? ഈ വീഡിയോ ഇതേമാതിരി അപ്ലോഡ് ചെയ്യൂലേ? ഓ ചെയ്യും. നിങ്ങൾ നേരെ ലിയാഖത്തിന് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് പറയാ ഞാൻ കൊണ്ടു കൊടുക്കുന്ന ലിയാഖത്ത് എടുത്തോണ്ടേക്കോളും. പറയാത്തതെന്ന് നിങ്ങൾ ഈ പൊട്ടത്തിനൊക്കെ മറുപടി പറയാന് ഓനും കഴിയോ അറിയില്ല. മുസ്തഫ, താങ്കൾ പറഞ്ഞു ഇപ്പം എന്താണ് അടിമത്തം ഉണ്ട് എന്ന് പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, ഇപ്പൊ ഇവിടെ അടിമത്തം എന്നല്ലേ താങ്കൾ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഈ ഫോഴ്സ്ഡ് മാരേജ്, അതായത് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് അടിമത്തമാണോ? നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് അടിമത്താണോന്നോ? അത് തെറ്റാണ്. അത് അടിമാകലല്ലോ, അത് തെറ്റാണ്. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് അടിമത്തത്തിൽ പെടൂല. അത് പിന്നെ ഒരാളെ കീക്ക് പിന്നെ വരികയല്ലല്ലോ.
പിന്നെ അതൊക്കെ മാണ്ടെങ്കിൽ ഒഴിവാക്കും ചെയ്യാലോ. ശരി അത് ശരി ശരി ഏറ്റവും അപ്പൊ കൂടുതൽ അല്ല ഇസ്ലാമിലുമാണ്. ഇസ്ലാമില് ഒരു അതല്ല മുസ്തഫ, ആദ്യം ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, മോഡേൺ ഡേ സ്ലേവറിക്കകത്ത് ഇത് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് അടിമത്തത്തിൽ പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു അത് അടിമത്തം അല്ല. അപ്പൊ താങ്കൾക്ക് വേറെ ഡെഫിനേഷൻ ഉണ്ടോ ഈ അടിമത്തത്തിന്? ഇനി അടുത്ത ചോദ്യം, നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് അടിമത്തമാണോ? നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടാവും. അല്ല, എന്തിനാണ് അത് എന്റെ ചെയ്യിപ്പിക്കുന്നത്? ചോദ്യം yes or no ഇത് ആണ്. നിർബന്ധിച്ച് ഉണ്ടോ ജോലി ഇല്ലേ? ചെയ്യിപ്പിക്കുന്നത് അടിമത്തമാണോ? ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തിയെ നിർബന്ധിച്ചാൽ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നത് തെറ്റെന്നാണ്. അതാ അവന്റെ തെറ്റല്ല, സ്വാതന്ത്ര്യത്തിനുള്ള അടിമത്തമാണോ അല്ലേ? കടന്നു കയറ്റാണ്. അടിമത്തമാണോ അല്ലേ? അടിമത്തമാണോ അല്ലേ? അത് അടിമത്തം എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് അടിമത്തം എന്ന് പറയുന്നത്. അവന് പിന്നെ ഒരു സ്വതന്ത്രവും ഇല്ല. ഓക്കെ ഓക്കെ അവന്റെ എല്ലാ അല്ല, ഇപ്പൊ കാര്യങ്ങളും മോഡേൺ ഡേ മറ്റുള്ള ഒരാൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പം മോഡേൺ ഡേ ഉദാഹരണമാണോ? സ്ലേവറിക്കകത്ത് ഫോഴ്സ്ഡ് ലേബറും അടിമത്തമാണ്. അപ്പൊ താങ്കളുടെ അടിമത്തവും ഇപ്പൊ ഉള്ള അടിമത്തവും രണ്ടും രണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത് നിങ്ങൾ അല്ലേ? പഠിച്ച UDHR-ഉം നിങ്ങൾ പഠിച്ചതും അതൊന്നും നിങ്ങൾ എന്തോ വിളിച്ച് പറയാം. അങ്ങനെ സംഭവം ഒന്നും അതിലില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ സംഭവം നിങ്ങൾ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എവിടുന്നാ ഈ ഒരു മിനിറ്റ് ഞാൻ അറിയണെന്ന് എനിക്ക് പ്രസന്റ് ചെയ്യാം. മനസ്സിലാകത്തത്. ഇത് അല്ല ഒരു എവിടുന്നാണ് മിനിറ്റ് ഈ ഒരു മിനിറ്റ് അറിയുന്നത്? ഞാൻ ലിയാഖത്തിന്റെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യണേക്കാം. ആ അതിലേക്ക് കാണിക്കാൻ കഴിയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു അഡ്മിൻ മിനിറ്റ്. ആക്കേണ്ടി വരും. അഡ്മിൻ ആക്കാൻ ഇപ്പം കഴിയൂല, അത് ആദ്യം ചെയ്യണേ. ഒന്ന് നോക്കി നിങ്ങള്. എങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. എനിക്ക് ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. ആ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന വേണ്ട. നിങ്ങളാ മറ്റേ 10 മൂവിനൊക്കെ എടുത്താണ്ട് ഒരു അടിമനെ വിളിക്കല് അല്ല വാങ്ങല് അടിമന്റെ ഫത്തുമൂനൊക്കെ ഇതിന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ വിളിച്ചോളാം. മതി. ഫത്തുമൂനൊക്കെ അപ്പൊ നമ്മൾ തന്നെ വിളിച്ചോളാം. ഏകദേശത്തെ ധാരണ കിട്ടുമല്ലോ. മുസ്തഫ ഏതൊക്കെ അവയവങ്ങൾ നോക്കണം, നിങ്ങൾക്ക് എവിടെയൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. പിന്നെ വെറുതെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഈ അടിമത്തത്തെ എങ്ങനെ ന്യായീകരിച്ചു പോരുന്നേ? ഇപ്പൊ നിങ്ങളല്ലേ ന്യായീകരിക്കുന്നത്? അതായത് ഫോഴ്സ്ഡ് മാരേജ് അടിമത്തമല്ല, ഫോഴ്സ്ഡ് ലേബർ അടിമത്തമല്ല. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അടിമത്തമാണോ? എനിക്ക് തട്ടിക്കൊണ്ട് ഇംഗ്ലീഷിലത്തെ വരാത്ത പരിജ്ഞാനമൊന്നും ഇല്ല. നിങ്ങൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞ എനിക്ക് അറിയുന്ന അത് നമുക്ക് ഇസ്ലാമില് മനസ്സിലായി. ഇംഗ്ലീഷിൽ അടിമത്തം പറഞ്ഞപ്പോ ഉണ്ട്. മനസ്സിലായി. ഇസ്ലാമിലെ അടിമത്തം തെറ്റാണ്. അത് ദൈവത്തിന് അത് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞില്ല. മൂപ്പർക്ക് അറിയാം. അതിന്റെ ഇസ്ലാമിലെ ഏറ്റവും അടിമത്തം നല്ലൊരു തെറ്റാണെന്ന് മാത്രം മൂപ്പർക്ക് അറിയാം. ഉപഭോക്താവായിട്ട് മുഹമ്മദ് നബി മാറിപ്പോവുകയും ചെയ്തു. വിറ്റു. ഫോഴ്സ്ഡ് ലേബർ, ഫോഴ്സ്ഡ് ലേബർ, ഡെപ്ത് ബോണ്ടഡ് ലേബർ, അതുപോലെ തന്നെ ഡിസ്കാന്റ് ബേസ്ഡ് സ്ലേവറി, ചിൽഡ് സ്ലേവറി, ഫോഴ്സ്ഡ് ആൻഡ് ഏർലി മാരേജ്, ഇതൊക്കെ ടുഡേ ഓഫ് സ്ലേവറി വരുന്നതാണ്. സ്ലേവറി ടുഡേ. അത് പുള്ളി ഇപ്പം ഈ 1800-കളിലായിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞു തന്നെ അന്ന് ഉള്ള സ്ലേവറി ഒന്നും സ്ലേവറി അല്ല, അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നല്ല പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് പുള്ളി പറഞ്ഞു. ഇപ്പം ഇതൊക്കെ സ്ലേവറി ആന്റി ആണെന്ന് പുള്ളിക്ക് സ്ലേവറി എന്ന് അറിയാത്തതുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഏതോ ഒരു ആർട്ടിക്കിളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആന്റി സ്ലേവറിക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. പിന്നെ ഈ അതേപോലെ ഇപ്പൊ ഷുക്കൂർക്ക് പറഞ്ഞില്ലായിരുന്നു, അതായത് ഈ മോഡേൺ ഡേ സ്ലേവറി വഴി വന്നിട്ടുള്ള അത് ഫോഴ്സ്ഡ് ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അത് ആക്ച്വലി നമ്മുടെ ഫോണും എല്ലാം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് തെളിവെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ചൈനയില് ഇങ്ങനെയുള്ള കമ്പനികൾ, അതായത് ഡിജിറ്റലി ആയിട്ടുള്ളതും അല്ലാത്ത ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോഴ്സ്ഡ് ലേബർ ഉപയോഗിച്ചിട്ടാണ്. അതായത് അവിടെ നിയമമുണ്ട്, അവിടെ ഈ നിരീശ്വരവാദികളാണല്ലോ അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ അവരെ തന്നെ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പം ഈ മോഡേൺ ഡേ സ്ലേവറി എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ളൊരു കാര്യമാണ്. അതിന് വേറെ അദ്ദേഹത്തിന് അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളത്